പോലീസുകാർ ജീപ്പിൽ നിന്നും ഇറങ്ങി ഗേറ്റ് കടന്ന് അകത്തേക്ക് വരുന്നത് കണ്ടുകൊണ്ട് മണി പെട്ടെന്ന് ടെറസിൽ നിന്നുള്ള വാതിൽ പൂട്ടിയതിനു ശേഷം സ്റ്റെയർ കേസ് ഇറങ്ങി ഹാളിൽ വന്നിരുന്നു. കോളിംഗ് ബെൽ മുഴങ്ങിയപ്പോൾ പുറത്തേക്കുള്ള ലൈറ്റ് തെളിച്ചുകൊണ്ട് ചോദിച്ചു, ആരാ? പോലീസ്. മണി വാതിൽ തുറന്നു. സബ് ഇൻസ്പെക്ടർ സോമനെയും പോലീസുകാരെയും മണിക്ക് പരിചയമുണ്ടായിരുന്നു. എന്താ സാറേ? കുറച്ചു മുമ്പ് രണ്ടുപേർ ഒരു ഓട്ടോയിൽ ഇവിടെ വന്നോ? വന്നു. എന്താ സാറേ, അവർ കള്ളന്മാരായിരുന്നോ? പറയാം. എന്തിനാണ് അവർ വന്നത്? സ്വർണം പണയം വെക്കാൻ. ആശുപത്രി കേസാണെന്ന് പറഞ്ഞു. നിങ്ങൾ പണയം വാങ്ങിയോ? ഇല്ല. നാളെ 10 മണിക്ക് ഓഫീസിൽ വരാൻ പറഞ്ഞു. എന്താ സാറേ പ്രശ്നം? ഞങ്ങൾ അന്വേഷിക്കുന്ന 2 കക്ഷികളാണെന്ന് സംശയം തോന്നി. അവരെ ഇവിടെ വിട്ടുവെന്ന് ഓട്ടോ ഡ്രൈവർ പറഞ്ഞു. നാളെ ഓഫീസിൽ വരികയാണെങ്കിൽ ഞാൻ സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത് പറയാം. ഓക്കെ. സബ് ഇൻസ്പെക്ടറും പാർട്ടിയും പുറത്തേക്ക് ഇറങ്ങി. ഗേറ്റ് വരെ മണി അവരെ അനുഗമിച്ചു. പോലീസ് ജീപ്പിൽ കയറി പോയി കഴിഞ്ഞപ്പോൾ മണി ഗേറ്റ് അടച്ചു പൂട്ടി. വീടിനുള്ളിൽ അയാൾ കയറി. പുറത്തേക്കുള്ള ലൈറ്റുകൾ അണഞ്ഞു. സ്റ്റെയർ കേസ് കയറി മണി വാതിൽ തുറന്ന് ടെറസിൽ പ്രവേശിച്ചു. എന്തിനാ പോലീസ് വന്നത്? കനകരാജ് ചോദിച്ചു. നിങ്ങളെ തപ്പി വന്നതാ. കനകരാജ് സത്യവ്രതനും ഞെട്ടി. ഞങ്ങൾ എന്തിനാ പോലീസ് അന്വേഷിക്കുന്നത്? ഒന്നും പറഞ്ഞില്ല. സീതയെ വെടിവെച്ച് കൊന്ന കേസിൽ നിങ്ങളെ സംശയിക്കുന്നുണ്ടായിരിക്കും. എന്തിന്? ഘാതകരെ തപ്പി അന്വേഷണ സംഘം മുംബൈക്ക് പോയിരിക്കുകയാണല്ലോ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചേട്ടാ. പോലീസ് പല നിഗമനങ്ങളിൽ എത്തിച്ചേരും. ഏതായാലും സൂക്ഷിക്കണം. എനിക്ക് പോലീസുകാരെ ഭയമില്ല. കോടതിയിൽ വെച്ച് അവരെ നേരിടാം. ആ പെണ്ണും ദാതയും ഒഴിഞ്ഞു കിട്ടിയാൽ മതി. ഞാൻ ഏൽപ്പിക്കുന്ന ദൗത്യം നിർവഹിച്ചിട്ട് തമിഴ്നാട്ടിലേക്കോ കർണാടകയിലേക്കോ രക്ഷപ്പെടുക. ശരി, താൻ ഏലിയാസിന്റെ കാര്യം പറയും. ആ, അവൻ ചിട്ടിക്കമ്പനി തുടങ്ങി. ധാരാളം പിരിവുകാരെയും നിയമിച്ചു. ഈ സ്ഥിതി തുടർന്നാൽ 6 മാസത്തിനുള്ളിൽ എന്റെ കമ്പനി പൂട്ടേണ്ടി വരും. സമ്പാദിച്ചതെല്ലാം വിറ്റുപെറുക്കി നാട്ടുകാർക്ക് കൊടുക്കേണ്ടി വരും. ചേടാ, അവനെ തട്ടാമെന്ന് ഞാൻ ഏറ്റില്ലേ. ഇനി എന്തിനാ വെറുതെ കഥ പറയുന്നത്? കഥ പറയാതെ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഏലിയാസിനെ വെടിവെക്കാനോ തട്ടിക്കൊണ്ടുപോകാനോ വീട്ടിൽ കയറി ആക്രമിക്കാനോ പാടില്ല. പിന്നെ ധൃതരാഷ്ട്രെ പോലെ സ്നേഹിച്ച് ആലിംഗനം ചെയ്യണോ? അല്ല. വാഹനാപകടം വെറും യാദൃശ്ചിക സംഭവം. എന്റെ പഴയ കാർ സ്റ്റേഷനിലാ, ഇതുവരെ ഇറക്കിയില്ല. ഏലിയാസിന്റെ ഫോർഡ് ഗാർഡിന്റെ മുമ്പിൽ ചേട്ടന്റെ പഴഞ്ചൻ കാർ എന്തിനാ? കൂട്ടിയിടിച്ചാ നിങ്ങളും കാറും പൊടിഞ്ഞു പോകും. പിന്നെ എന്ത് ചെയ്യും? തമിഴ്നാട്ടിൽ നിന്നും ഒരു പഴയ നാഷണൽ പെർമിറ്റ് ലോറി വാങ്ങണം. നീ വേറെ പണി നോക്കടാ. 5 ലക്ഷം രൂപയുടെ പകുതി അങ്ങ് പോകും. കനകരാജ് ദേഷ്യത്തോടെ പറഞ്ഞു. ചേട്ടൻ തൂക്കിൽ കയറി വെടിവെക്കാതെ ക്ഷമയോടെ കേൾക്ക്. ഞാൻ ലോറി വാങ്ങി വർക്ക്ഷോപ്പിൽ കയറ്റി പണി കഴിപ്പിച്ച് തരാം. അത് ഓടിച്ച് അവന്റെ നെഞ്ചത്ത് കയറ്റിയാൽ മതി. ഓക്കെ, റൈറ്റ്. കനകരാജിന് സന്തോഷമായി. അപ്പോൾ മണി തുടർന്നു. ഒരാഴ്ചത്തെ സമയം എനിക്ക് തരണം. അതുവരെ നിങ്ങൾ എന്റെ സംരക്ഷണയിലായിരിക്കും. വീട്ടിൽ കുറച്ച് പണം എത്തിച്ചു കൊടുക്കണം. പുതിയ വക്കാലത്തും എടുത്തു തരണം. 2 കാര്യങ്ങളും ഒരാഴ്ചയ്ക്കുള്ളിൽ ചെയ്തു തരാം. സത്യവ്രതനും കനകരാജനും സന്തോഷമായി. രാവിലെ തന്നെ കാറിൽ കയറി അവരെ തന്റെ ഉടമസ്ഥതയിലുള്ള കോഴി വളർത്ത കേന്ദ്രത്തിൽ എത്തിച്ചു. തമിഴ്നാട്ടിലെ നാമക്കല്ലിൽ നിന്നും കോഴിത്തീറ്റയുമായി എത്തിയ ലോറിക്കാരനോട് പഴയ നാഷണൽ പെർമിറ്റ് ലോറിയുടെ കാര്യവും സംസാരിച്ചു. പൊരിച്ച കോഴിയും മദ്യവുമായി കനകരാജൻ സത്യവ്രതനും കോഴി വളർത്ത കേന്ദ്രത്തിലെ മണിയുടെ സ്വകാര്യ മുറിയിൽ ഒതുങ്ങി. സത്യവ്രതന്റെ വീടിന് മുമ്പിലൂടെയും കനകരാജന്റെ വാടക വീടിന് മുന്നിലൂടെയും മഫ്തിയിൽ നിൽക്കുന്ന പോലീസുകാരുടെ കണ്ണ് വെട്ടിച്ച് പലതവണ ജയകുമാരിയും അർജുനും കടന്നുപോയി. നിതംബം വരെ മറഞ്ഞു കിടക്കുന്ന മുടിയുള്ള ജയകുമാരിയെയും നീണ്ട മുടിയും കണ്ണടയുമുള്ള അർജുനെയും ആരും തിരിച്ചറിഞ്ഞില്ല. അവരുടെ വീടുകൾ കണ്ടുപിടിച്ചതിന് ശേഷം ദിവസവും 4-5 പ്രാവശ്യം ഓട്ടോറിക്ഷയിൽ അവർ വീടിന്റെ മുമ്പിലൂടെ പോകുന്നത് പതിവാക്കി. സത്യവ്രതന്റെ വീടിന് മുമ്പിലൂടെ കടന്നു പോയപ്പോൾ ആ വീട്ടിലേക്ക് കയറുന്ന മനുഷ്യനിൽ ജയകുമാരിയുടെ കണ്ണുകൾ ഉടക്കി. അല്പദൂരം പിന്നിട്ടപ്പോൾ ഓട്ടോറിക്ഷ നിർത്താൻ അവൾ ഡ്രൈവറോട് പറഞ്ഞു. കൂലി കൊടുത്തിട്ട് അവർ ഇറങ്ങി. ചേട്ടാ, എന്റെ കല്യാണ ബ്രോക്കറാണ് സത്യവ്രതന്റെ വീട്ടിലേക്ക് കയറിപ്പോയത്. അയാളെ പിടിക്കണം, ജയകുമാരി ആവേശത്തോടെ പറഞ്ഞു. അടുത്തുള്ള കൂൾ ബാറിൽ കയറി ഡ്രിങ്ക്സ് വാങ്ങി കുടിച്ചുകൊണ്ട് അവർ നിന്നു. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അയാൾ പുറത്തിറങ്ങി. റോഡിലിറങ്ങി എതിർവശത്തേക്ക് നടന്നു. ജയകുമാരിയും അർജുനും അയാളെ പിന്തുടർന്നു. ബസ് സ്റ്റോപ്പിൽ നിന്ന് 3 പേരും ബസ്സിൽ കയറി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി.
ടെലിഫോൺ ബൂത്തിൽ കയറി ബ്രോക്കർ ഫോൺ ചെയ്തു. അതിനുശേഷം ഒരു ഓട്ടോറിക്ഷയിൽ കയറി. ജയകുമാരിയും അർജുനും മറ്റൊരു ഓട്ടോറിക്ഷയിൽ അയാളെ പിന്തുടർന്നു. ടൗൺ വിട്ട് തിരക്കൊഴിഞ്ഞ പാതയിലേക്ക് ഓട്ടോറിക്ഷകൾ രണ്ടും കയറി. 1 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചപ്പോൾ ബ്രോക്കർ കയറിയ ഓട്ടോറിക്ഷ നിന്നു. കുറെ മുമ്പിലേക്ക് അർജുനും ജയകുമാരിയും സഞ്ചരിച്ച ഓട്ടോറിക്ഷ കയറ്റി നിർത്തി. അർജുൻ ഇറങ്ങി. ഓട്ടോറിക്ഷ മുമ്പോട്ട് പോയി. ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ബ്രോക്കർ പണം കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അർജുൻ അയാളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു, ചേട്ടാ 1 മിനിറ്റ്. എന്താ? ഓട്ടോറിക്ഷയുടെ പിന്നിലേക്ക് മാറ്റി നിർത്തി അർജുൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. കനകരാജ് ഒരു രഹസ്യം പറഞ്ഞു. എന്താ? പതിഞ്ഞ ശബ്ദത്തിൽ ബ്രോക്കർ ചോദിച്ചു. ഡ്രൈവർ ശ്രദ്ധിക്കും. നമുക്ക് ഈ ഓട്ടോയിൽ തന്നെ പോകാം. വണ്ടിയിൽ ഇരുന്നൊന്നും സംസാരിക്കരുത്. ബ്രോക്കറും അർജുനും ഓട്ടോറിക്ഷയിൽ കയറി. അർജുൻ നിർദ്ദേശിച്ച വഴികളിലൂടെ ഓട്ടോറിക്ഷ സഞ്ചരിച്ചു. വലിയൊരു വീടിന്റെ ഗേറ്റിന് മുമ്പിൽ ഓട്ടോറിക്ഷ നിന്നു. അർജുൻ കൂലി കൊടുത്തു. ഗേറ്റ് കടന്ന് വീടിന്റെ സിറ്റ് ഔട്ടിൽ കയറിയപ്പോൾ ബ്രോക്കർ ചോദിച്ചു, അവർ ഇവിടെ ഉണ്ടോ? അർജുൻ കോളിംഗ് ബെൽ അടിച്ചു. ജയകുമാരി വാതിൽ തുറന്നു. അവളെ കണ്ടപ്പോൾ ബ്രോക്കർ ഞെട്ടിപ്പോയി. അയാൾ പിന്തിരിയാൻ ഭാവിച്ചപ്പോൾ അർജുൻ വീടിനുള്ളിലേക്ക് പിടിച്ചു തള്ളിയിട്ട് അകത്ത് കയറി വാതിലടച്ചു. ബ്രോക്കർ മിന്നൽ വേഗത്തിൽ ഇടുപ്പിൽ ഒളിച്ചു വെച്ചിരുന്ന ഖടാര വലിച്ചൂരിക്കൊണ്ട് പറഞ്ഞു, വാതിൽ തുറക്കടാ, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലു. അർജുൻ കള്ളച്ചിരിയോടെ വലതുകാൽ മേൽപോട്ടുയർത്തി പാൻസ് ഉയർത്തി സോക്സിനുള്ളിൽ എലാസ്റ്റിക് ഇട്ട് മുറുക്കിയിരുന്ന റിവോൾവർ വലിച്ചെടുത്തു. മിന്നൽ വേഗത്തിൽ ബ്രോക്കർ അവന്റെ നേർക്ക് പാഞ്ഞെടുത്തു. അയാളുടെ പിന്നിൽ നിൽക്കുകയായിരുന്ന ജയകുമാരി കാലിൽ തട്ടി താഴെയിട്ടു. കഠാര പിടിച്ചിരുന്ന കയ്യിൽ അർജുൻ ആഞ്ഞു ചവിട്ടി. അയാളുടെ വിരലുകൾ ചതഞ്ഞു. കഠാര വിരലുകൾക്കിടയിൽ നിന്നും വലിച്ചെടുത്തുകൊണ്ട് അർജുൻ പറഞ്ഞു, മര്യാദയ്ക്ക് എഴുന്നേറ്റ് നിൽക്കടാ, അല്ലെങ്കിൽ നിന്റെ കാലുകൾ രണ്ടും ഞാൻ വെടിവെച്ച് തകർത്തു കളയും. ബ്രോക്കർ അനുസരിച്ചു. ഇവളെ നിനക്കറിയാമോ? ഇല്ല, പതറിയ സ്വരത്തിൽ ബ്രോക്കർ പറഞ്ഞു. നിനക്കെന്നെ അറിയില്ലടാ? അവന്റെ മുമ്പിലേക്ക് ചെന്നുകൊണ്ട് ജയകുമാരി ഉറച്ച ശബ്ദത്തിൽ ചോദിച്ചു. എനിക്കറിയില്ല. ബ്രോക്കർ നാവടക്കുന്നതിന് മുമ്പ് അവൾ കൈ വലിച്ച് അയാളുടെ മുഖത്ത് ഒരടി കൊടുത്തു. അവളെ പിടിച്ചു മാറ്റിയിട്ട് അർജുൻ ശക്തിയായി ഒരു തൊഴി കൊടുത്തു. തൊഴിയേറ്റ് ബ്രോക്കർ തെറിച്ചുപോയി ഭിത്തിയിൽ തട്ടി താഴെ വീണു. പറയടാ, നിനക്ക് ഇവളെ പരിചയമുണ്ടോ? അർജുൻ ചോദിച്ചു. ബ്രോക്കർ തലകുലുക്കി. ആര് പറഞ്ഞിട്ടാണ് നീ ഇവൾക്ക് കല്യാണം ആലോചിച്ചത്? കനകരാജും സത്യവ്രതനും പറഞ്ഞിട്ട്. നിനക്ക് മലബാറി ബാബുവിനെ പരിചയമുണ്ടായിരുന്നോ? ഇല്ല. അവർ എത്ര രൂപ തന്നു? 10,000. നീ യഥാർത്ഥത്തിൽ ബ്രോക്കറാണോ? അല്ല. ഇപ്പൊ എന്തിനാണ് സത്യവ്രതന്റെ വീട്ടിൽ പോയത്? കാശ് കൊടുക്കാൻ. ആരാണ് പണം തന്നത്? ചിട്ടിക്കാരൻ മണി. എത്ര രൂപ തന്നു? 1,00,000. 1,00,000മോ? ഇത്രയും രൂപ സത്യവ്രതന്റെ വീട്ടിൽ കൊടുത്തോ? 50,000 കനകരാജന്റെ വീട്ടിൽ കൊടുത്തു. സത്യവ്രതനും കനകരാജും എവിടെയാണ്? അറിഞ്ഞുകൂടാ. അവന്റെ മുഖമടച്ച് അർജുൻ ഊക്കോടെ അടിച്ചു. കഴുത്തിൽ നിന്നും തല വേർപെട്ടു പോയതുപോലെ ബ്രോക്കർക്ക് തോന്നി. കുറെ നേരം കഴിഞ്ഞ് തല കുടഞ്ഞ് സമനില വീണ്ടെടുത്തുകൊണ്ട് അയാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞത് സത്യമാണ്. കനകരാജ് ഫോൺ ചെയ്ത് വിവരം പറഞ്ഞതേ ഉള്ളൂ. എന്തു പറഞ്ഞു? ചിട്ടിക്കാരൻ മണിയുടെ വീട്ടിൽ പോയി 1,00,000 രൂപ വാങ്ങി 50,000 വീതം 2 വീടുകളിലും കൊടുക്കണമെന്ന്. മണിയെ നിനക്ക് പരിചയമുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ അയാൾ പണം തന്നു വിട്ടു? കനകരാജ് എന്നെ പറ്റി പറഞ്ഞു. നിന്റെ പേരെന്താടാ? തങ്കപ്പൻ. വേറെ എത്ര പേര് കൂടി ഉണ്ട്? അർജുൻ വീണ്ടും അയാളുടെ മുഖത്ത് അടിച്ചുകൊണ്ട് ആക്രോശിച്ചു. പറയടാ, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. അബു എന്ന് വിളിക്കും. നിന്റെ യഥാർത്ഥ പണി എന്താണ്? ഒന്നുമില്ല. ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം അർജുൻ പറഞ്ഞു, നീ ഒരു കുടുംബം മുഴുവൻ നശിപ്പിച്ചവനാണ്. ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്തു. ഇവളുടെ അമ്മ ഭ്രാന്തിയായി. അച്ഛൻ വെടിയേറ്റ് മരിച്ചു. നിനക്കുള്ള ശിക്ഷ എന്താണെന്ന് അറിയാമോ? എന്നെ ഒന്നും ചെയ്യരുത്. ഇനി ഞാൻ മര്യാദയ്ക്ക് ജീവിച്ചു കൊള്ളാം. അത് നിന്റെ ആഗ്രഹം, അതായത് ദയാഹർജി. നിനക്കുള്ള ശിക്ഷ ഇവൾ വിധിക്കും. അർജുൻ കഴുത്ത് തിരിച്ച് ജയകുമാരിയെ നോക്കി. അവൾ വാനിറ്റി ബാഗിൽ നിന്നും മലബാറി ബാബുവിന്റെ റിവോൾവർ എടുത്ത് തങ്കപ്പന്റെ നെഞ്ചിന് നേർക്ക് ചൂണ്ടി. എന്നെ കൊല്ലരുത്. അവൻ വിലപിച്ചുകൊണ്ട് കൈകൂപ്പാൻ ഭാവിച്ചെങ്കിലും അതിന് കഴിഞ്ഞില്ല. നെഞ്ചിൽ ബുള്ളറ്റ് തുളച്ചു കയറി. തങ്കപ്പൻ തറയിൽ കമിഴ്ന്നു വീണു. അയാളുടെ ജഡം വലിച്ചിഴച്ച് വായു കടക്കാത്ത സ്റ്റോർ റൂമിലാക്കി കഥകടച്ചു. തങ്കപ്പനെ വീടിനുള്ളിലേക്ക്
പിടിച്ചു തള്ളുന്ന രംഗം കണ്ടുകൊണ്ട് ഓട്ടോറിക്ഷ വിട്ടുപോയ ഡ്രൈവർ മെയിൻ റോഡിൽ നിൽക്കുന്ന പോലീസുകാരനോട് വിവരം പറഞ്ഞിരുന്നു. പോലീസുകാരൻ സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ഒരു ജീപ്പ് നിറയെ പോലീസുകാർ വന്ന് ഗേറ്റിന് മുമ്പിൽ ഇറങ്ങി. തങ്കപ്പന്റെ ജഡം സ്റ്റോർ റൂമിൽ നിക്ഷേപിച്ചിട്ട് ഡ്രോയിങ് റൂമിലെത്തിയ ജയകുമാരി ഇരുമ്പ് ഗേറ്റ് ചലിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് വാതിലിന്റെ താക്കോൽ പഴുതിലൂടെ പുറത്തേക്ക് നോക്കി. ഗേറ്റ് കടന്നു വരുന്ന പോലീസുകാരെ കണ്ട് അവൾ നടുങ്ങിപ്പോയി. സബ് ഇൻസ്പെക്ടർ വാതിൽക്കലെത്തി. പോലീസുകാർ വീട് വളഞ്ഞു. പെട്ടെന്ന് ഒരു പോലീസുകാരൻ പിന്നിൽ നിന്ന് ഓടിയെത്തിയിട്ട് പറഞ്ഞു, സർ, പിൻവശത്തെ വാതിൽ തുറന്നു കിടക്കുകയാണ്. അയാളെ വീടിന്റെ മുമ്പിൽ നിർത്തിയിട്ട് സബ് ഇൻസ്പെക്ടർ പിൻവശത്തേക്ക് ഓടിയെത്തി. റിവോൾവർ കയ്യിലെടുത്തുകൊണ്ട് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഈ വീടിനുള്ളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വരണം. പോലീസ് വീട് വളഞ്ഞിരിക്കുകയാണ്. വീടിനുള്ളിൽ നിന്നും പ്രതികരണം ഒന്നും ഉണ്ടായില്ല. അതീവ ജാഗ്രതയോടെ അദ്ദേഹം വീടിനുള്ളിലേക്ക് കയറി. ഹാളിലെ തറയിൽ രക്തം തളം കെട്ടിക്കിടക്കുന്നതും സ്റ്റോർ റൂമിൽ നിന്നും രക്തം ഒഴുകിക്കിടക്കുന്നതും കണ്ടുകൊണ്ട് പോലീസുകാരെ അകത്തേക്ക് വിളിച്ചു. ഏത് നിമിഷവും നിറയൊഴിക്കാൻ തയ്യാറായി നിന്നുകൊണ്ട് അദ്ദേഹം കുറ്റിയിട്ടിരുന്ന വാതിൽ തുറക്കാൻ പറഞ്ഞു. ഭിത്തിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു പോലീസുകാരൻ വാതിലിന്റെ കുറ്റി നീക്കിയിട്ട് ചരിഞ്ഞു നിന്നുകൊണ്ട് തൊഴിച്ചു. വാതിൽ മലർക്കെ തുറന്നു. തങ്കപ്പന്റെ ജഡം സ്റ്റോർ റൂമിൽ കിടക്കുന്നത് അവർ കണ്ടു. വീടിന്റെ മുറികളെല്ലാം പെട്ടെന്ന് പരിശോധിച്ചു. ആരെയും കാണാൻ കഴിഞ്ഞില്ല. അക്രമികൾ രക്ഷപ്പെട്ടു കഴിഞ്ഞെന്ന് സബ് ഇൻസ്പെക്ടർ മനസ്സിലാക്കി. പെട്ടെന്ന് 4 ഭാഗത്തേക്കും അന്വേഷണം തുടങ്ങി. ഇൻക്വസ്റ്റ് തയ്യാറാക്കി ജഡം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ട് അയൽക്കാരെ വിളിച്ച് ഈ വീട്ടിൽ ആരാണ് താമസിച്ചിരുന്നതെന്ന് അന്വേഷിച്ചു. ആർക്കും അറിഞ്ഞുകൂടാ. കെട്ടിടത്തിന്റെ ഉടമസ്ഥൻ മേനോൻ 15 വർഷമായി അമേരിക്കയിലാണ്. ഒരിക്കൽ പോലും മടങ്ങി വന്നിട്ടില്ല. ആരുടെ ചുമതലയിലാണ് ഈ വീട്? ആരും എവിടെ വന്നിട്ടില്ല സർ, അയൽക്കാർ തറപ്പിച്ചു പറഞ്ഞു. നിങ്ങൾ പറയുന്നത് കള്ളമാണ്. കൊല്ലപ്പെട്ടയാളുമായി ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങിയ ആൾ കോളിംഗ് ബെൽ അടിച്ചപ്പോ വീടിനുള്ളിൽ ഉണ്ടായിരുന്ന ആൾ വാതിൽ തുറന്നു കൊടുക്കുകയായിരുന്നു, സബ് ഇൻസ്പെക്ടർ പറഞ്ഞു. സത്യമായിരിക്കാം. ഞങ്ങൾ ഈ വീട്ടിലേക്ക് ശ്രദ്ധിക്കാറില്ല. വല്ല കള്ളന്മാരും വന്ന് താവളം അടിച്ചതായിരിക്കും സർ. സംഭവം പറഞ്ഞ് പത്രപ്രതിനിധികൾ എത്തി. കൊല്ലപ്പെട്ട തങ്കപ്പന്റെ ചിത്രങ്ങൾ അവർ എടുത്തു. സർക്കിൾ ഇൻസ്പെക്ടർ പണിക്കരും ആഡിയോയും എത്തിച്ചേർന്നു. വീട് പരിശോധന വിധേയമാക്കിക്കൊണ്ട് സീൽ ചെയ്തു. 2 പോലീസുകാരെ വീടിന് കാവൽ നിർത്തി. വർഷങ്ങളായി ആൾതാമസമില്ലാത്ത വീട്ടിൽ ഒളിച്ചു താമസിച്ചുകൊണ്ട് പ്രതിയോഗിയെ വിളിച്ചു വരുത്തി വെടിവെച്ച് കൊന്നിട്ട് കടന്നു കളഞ്ഞ വിരുദ്ധമാർ ആരായിരിക്കുമെന്ന് സബ് ഇൻസ്പെക്ടർ ആലോചിച്ചു നോക്കി. കൊല്ലപ്പെട്ടവൻ ആരാണെന്നറിയാതെ കൊലയാളികളെ പറ്റി സൂചന ലഭിക്കുകയില്ല. പത്രങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ കൊല്ലപ്പെട്ടയാളെ പറ്റി സൂചന ലഭിക്കുമെന്ന് അദ്ദേഹം ആശ്വസിച്ചു. വീടിന് കാവൽ നിൽക്കുന്ന പോലീസുകാർ സിറ്റൗട്ടിൽ കിടന്ന് ഉറക്കം പിടിച്ചു. അപ്പോൾ വീടിനുള്ളിൽ വളരെ വിദഗ്ധമായി നിർമ്മിച്ചിരിക്കുന്ന നിലവറയിൽ നിന്നും അർജുനും ജയകുമാരിയും പുറത്തിറങ്ങി. പിൻവശത്തെ വാതിൽ തുറന്ന് ഒരു ഇല പോലും അറിയാതെ അവർ സ്ഥലം വിട്ടു. രാവിലെ വീട് തുറന്നു കിടക്കുന്നത് കണ്ട് പോലീസുകാർ ഞെട്ടി. അടുത്ത വീട്ടിൽ നിന്നും അവർ സബ് ഇൻസ്പെക്ടറെ വിളിച്ച് വിവരം പറഞ്ഞു. സബ് ഇൻസ്പെക്ടറും സർക്കിൾ ഇൻസ്പെക്ടറും പാഞ്ഞെത്തി. അവരുടെ വിശദമായ പരിശോധനയിൽ ഗ്രാനൈറ്റ് രഹസ്യ നിലവറ കണ്ടുപിടിച്ചു. സർ, ഈ വീടുമായി അടുത്ത ബന്ധമുള്ളവരാണ് കൊലയാളികൾ, സബ് ഇൻസ്പെക്ടർ സോമൻ അഭിപ്രായപ്പെട്ടു. യു ആർ റൈറ്റ്. ഉടൻ തന്നെ മുനിസിപ്പൽ ഓഫീസിലേക്ക് നമുക്ക് പോകാം. കെട്ടിടത്തിന്റെ ഉടമസ്ഥനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അന്വേഷണം എളുപ്പമാവും. അവർ സ്റ്റേഷനിൽ തിരിച്ചെത്തി. അപ്പോൾ ജീപ്പുകളിലും കാറുകളിലുമായി എത്തിയ 50ഓളം പേർ സ്റ്റേഷന്റെ പരിസരത്ത് തടിച്ചുകൂടി നിൽപ്പുണ്ടായിരുന്നു. എന്താ പ്രശ്നം? ASIയോട് സർക്കിൾ ഇൻസ്പെക്ടർ ചോദിച്ചു. സർ, രാവിലത്തെ പത്രവാർത്ത കണ്ടു വന്നവരാണ്. ഇന്നലെ കൊല്ലപ്പെട്ട അബുവിന്റെ ആളുകളാണ്. ഉത്തരവാദിത്തപ്പെട്ടവർ അകത്തേക്ക് കയറി വരാൻ സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞു. 4-5 പേർ ഓഫീസിൽ കയറി വന്നു. നിങ്ങൾ അബുവിന്റെ ആരൊക്കെയാണ്? സഹോദരനാണ് ഞാൻ. പേര് അബ്ദുള്ളക്കുട്ടി. നിങ്ങളുടെ വീട്? ഞാൻ കിഴക്കാണ് താമസിക്കുന്നത്. അവനും ഭാര്യയും കുഞ്ഞുങ്ങളും ഇവിടെ ബോട്ട് ജെട്ടിക്ക് അടുത്താണ് താമസം. അബുവിന് എന്താ ജോലി? ആദ്യം പലചരക്ക് കടയായിരുന്നു, അത് നിർത്തി. പിന്നെ ഇൻസ്റ്റാൾമെന്റ് ബിസിനസ് ആയിരുന്നു, അത് നിർത്തിയെന്ന് രാവിലെ ഞാൻ അറിഞ്ഞു. ബോട്ട് ജെട്ടിയിൽ താമസിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? സർക്കിൾ ഇൻസ്പെക്ടർ ചോദിച്ചു. ഞങ്ങൾ എല്ലാവരും ബോട്ട് ജെട്ടിയിൽ താമസിക്കുന്നവരാണ് സർ. ബാക്കിയുള്ള 4 പേരിൽ മുതിർന്നയാൾ പറഞ്ഞു. അബുവിന് ശത്രുക്കളുണ്ടോ? ആരും ഉള്ളതായി അറിവില്ല സർ. പാവമായിരുന്നു. ഇൻസ്റ്റാൾമെന്റ് ബിസിനസ് നിർത്തിയതിനു ശേഷം
അയാൾ എന്ത് ചെയ്യുകയായിരുന്നു? അറിഞ്ഞുകൂടാ. ചോദിച്ചാ പറയും വായി കീറിയവൻ ഇര തരുമെന്ന്. നിങ്ങളുടെ പേര്? ശേഖരപിള്ള. നിങ്ങൾക്ക് ആർക്കെങ്കിലും അയാളെ പറ്റി എന്തെങ്കിലും അറിയാമോ? അയാൾ പാവമാണ് സർ, അർദ്ധ പട്ടിണിക്കാരൻ. ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ തക്ക കുറ്റമൊന്നും ചെയ്യാനുള്ള സാധ്യതയില്ല, ഒരാൾ പറഞ്ഞു. നിങ്ങൾ പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല. അബുവിന് എന്തോ രഹസ്യ ഇടപാടുകൾ ഉണ്ടായിരുന്നു. അയാളുടെ അണ്ടർവെയറിന്റെ പോക്കറ്റിൽ 12,000 രൂപ ഉണ്ടായിരുന്നു. അർദ്ധ പട്ടിണിക്കാരന്റെ പോക്കറ്റിൽ 12,000 രൂപ എങ്ങനെ വന്നു? മറുപടി പറയാൻ കഴിയാതെ എല്ലാവരും മുഖാമുഖം നോക്കി. അപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടർ തുടർന്നു. പുറത്തു പറയാൻ പറ്റാത്ത ഏതോ ഏർപ്പാടിലൂടെ അയാൾ പണം സമ്പാദിക്കുന്നുണ്ടായിരുന്നു. അല്ലാതെ കുടുംബം പുലർത്താനാവില്ലല്ലോ. ഇൻസ്റ്റാൾമെന്റ് ബിസിനസ് നടത്തിയ വകയിലുള്ള പണമായിരിക്കും സർ, അബ്ദുള്ളക്കുട്ടി അഭിപ്രായപ്പെട്ടു. ഏതായാലും ശവം നിങ്ങൾക്ക് വിട്ടുതരാം. നിങ്ങളുടെ മുനിസിപ്പൽ കൗൺസിലറുമായി ആശുപത്രിയിലേക്ക് വരിക. സർക്കിൾ ഇൻസ്പെക്ടറും സബ് ഇൻസ്പെക്ടറും മുനിസിപ്പൽ ഓഫീസിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തി കെട്ടിടമുടമയെ കണ്ടുപിടിച്ചു. അയൽവാസികൾ പറഞ്ഞതുപോലെ മേനോൻ തന്നെയാണ് ഉടമസ്ഥൻ. 10 വർഷത്തേക്കുള്ള ബിൽഡിംഗ് ടാക്സ് കെട്ടിയിട്ടുണ്ട്. മേനോന്റെ ആധാരം എടുത്താൽ അയാളുടെ മുൻ അഡ്രസ്സ് മനസ്സിലാക്കാമെന്ന് അവർ ചിന്തിച്ചു. രജിസ്ട്രാർ ഓഫീസിലേക്ക് പോകുന്ന വഴി ഇലക്ട്രിസിറ്റി ഓഫീസിൽ കയറി അന്വേഷിച്ചു. 10 വർഷത്തേക്കുള്ള മിനിമം ചാർജ് അടച്ചിട്ടുണ്ടെന്നായിരുന്നു മറുപടി. ലൈൻമാനെ കണ്ട് ആ വീട്ടിൽ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ചു. ആരെയും കണ്ടിട്ടില്ല, അയാൾ പറഞ്ഞു. രജിസ്ട്രാർ ഓഫീസിലെത്തി ഓഫീസറോട് സർക്കിൾ ഇൻസ്പെക്ടർ വിവരം പറഞ്ഞു. ആ വീടിനടുത്തുള്ള ഏതെങ്കിലും പ്ലോട്ടിന്റെ സർവേ നമ്പർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സർ, രജിസ്ട്രാർ അഭിപ്രായപ്പെട്ടു. സബ് ഇൻസ്പെക്ടർ ഉടൻ തന്നെ മേനോന്റെ വീടിനടുത്തെത്തി. അവരുടെ സർവേ നമ്പറുമായി രജിസ്റ്റർ ഓഫീസിൽ തിരിച്ചെത്തി. വളരെ പെട്ടെന്ന് ആധാരം കണ്ടുപിടിച്ചു. അതേ മുനിസിപ്പാലിറ്റിയിൽ തന്നെയുള്ള ചന്ദ്രമംഗലത്ത് മാധവ് മേനോന്റെ മകൻ രവീന്ദ്ര മേനോൻ. മാധവ് മേനോന്റെ വീട്ടിൽ അവർ എത്തി. 70 വയസ്സ് പ്രായമുള്ള ആളായിരുന്നു മാധവ് മേനോൻ. അദ്ദേഹത്തിന് 2 ആൺമക്കൾ. ഒരാൾ ഗൾഫിലാണ്. വീട്ടിൽ മാധവ് മേനോനും ഭാര്യയും മാത്രം. മകന് വാങ്ങിയ വീട് ആരെയും ഏൽപ്പിച്ചിട്ടില്ലെന്ന് അദ്ദേഹം തർപ്പിച്ചു പറഞ്ഞു. ആ വഴിക്കുള്ള അന്വേഷണം വഴിമുട്ടി. ചിട്ടിക്കാര മണിയുടെ കോഴി വളർത്തൽ കേന്ദ്രത്തിൽ ഇരുന്ന് പത്രവാർത്ത കണ്ട കനകരാജും സത്യവ്രതനും നടുങ്ങിപ്പോയി. താങ്ങും തണലുമായി നിന്ന അബു കൊല്ലപ്പെട്ടിരിക്കുന്നു. കൊലപാതകം നടത്തിയത് ജയകുമാരിയും അർജുനും ആയിരിക്കുമോ? അവരാണെങ്കിൽ ഏത് നിമിഷവും തങ്ങളുടെ ജീവിതം അപകടത്തിലാകും. ഭാഗ്യവശാൽ തങ്ങൾ ഒളിവിൽ കഴിയുന്ന സ്ഥലം അബുവിന് പറഞ്ഞു കൊടുത്തിട്ടില്ല. ചിട്ടി കമ്പനി ഉടമ മണിയുടെ പക്കൽ നിന്നും 1 ലക്ഷം രൂപ വാങ്ങി തങ്ങളുടെ വീടുകളിൽ 50,000 വീതം ഏൽപ്പിച്ചിട്ട് 5,000 രൂപ വീതം തിരികെ വാങ്ങിക്കൊള്ളാനാണ് പറഞ്ഞത്. കനകരാജ് ചിട്ടിമണിയുടെ മൊബൈൽ ഫോണിലേക്ക് വിളിച്ചു. എന്താ ചേട്ടാ? മണി ചോദിച്ചു. എടാ, നീ പത്രവാർത്ത കണ്ടോ? ഇല്ല, എന്താ? ഇന്നലെ ഞാൻ പറഞ്ഞു വിട്ട അബുവിനെ ആരോ കൊന്നു. കാശ് പോയോ? ഇല്ല, കാശ് വീട്ടിൽ കൊടുത്തു. അത് കഴിഞ്ഞാണ് സംഭവം നടന്നത്. മുംബൈക്കാരൻ ദാദായും ജയകുമാരിയും ചേർന്ന് അവനെ തട്ടിക്കൊണ്ടുപോയി കൊന്നതായിരിക്കും. SI എന്റെ കൂട്ടുകാരനാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ പറയാം. ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് നീ അവനോട് പറഞ്ഞിട്ടില്ലല്ലോ? ഇല്ല ചേട്ടാ. ചേട്ടൻ ഭയപ്പെടാതിരിക്കുക. നമ്മുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് നിങ്ങൾ വേറെ വല്ല സംസ്ഥാനത്തും പോയി സുഖമായി ജീവിക്കുക. വേണമെങ്കിൽ ഞാൻ ചിട്ടി കമ്പനി ഇട്ടു തരാം. ഏതായാലും നിന്റെ പദ്ധതി ഒന്ന് കഴിയട്ടെ. വണ്ടി ശരിയാക്കിയോ? 2 ദിവസത്തിനുള്ളിൽ എല്ലാം ശരിയാകും. ഓക്കെ, നിന്റെ ഉറപ്പിൽ ഞാൻ മനസമാധാനത്തോടെ ഇവിടെ ഇരിക്കുകയാണ്. ചേട്ടൻ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട, ഞാനാണ് ഉറപ്പു തരുന്നത്. കനകരാജിന് സമാധാനമായി. ഈ സമയം മണിയുടെ ഓഫീസും വീടും കണ്ടുപിടിച്ചു കഴിഞ്ഞ അർജുനും ജയകുമാരിയും അവനെ പരുവത്തിന് കിട്ടാനായി തക്ക നോക്കി നടക്കുകയായിരുന്നു. ഒരിക്കൽ പോലും അവർക്ക് മണിയെ നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല. ഏലിയാസിനെ തകർക്കാനുള്ള ഗൂഢതന്ത്രങ്ങൾ മെനയുന്ന തിരക്കിലായിരുന്നു മണി. ഏലിയാസിന്റെ ഓരോ ചലനങ്ങളും കൃത്യമായി അറിയണം. അതിന് ഒറ്റ വഴിയേ ഉള്ളൂ: കാഷർ അശോക് കുമാറിനെ പിണക്കുക. തന്നോട് പിണങ്ങുന്ന അശോക് കുമാറിനെ ഏലിയാസ് 2 കൈ നീട്ടി സ്വീകരിക്കും. പിന്നീട് അശോക് കുമാറിൽ നിന്നും രഹസ്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും. ഓഫീസിൽ എല്ലാവരും കാണുകെ കാഷറുമായി മണി വഴക്കുണ്ടാക്കി. ഓഫീസിനുള്ളിൽ വെച്ച ഒന്നും തള്ളുമുണ്ടായി. റോഡിലിറങ്ങിയ അശോക് കുമാറിനെ മണി 2 പ്രാവശ്യം അടിച്ചു. മണി കേസ് കൊടുത്തു. പിറ്റേ ദിവസം രാവിലെ മണിയുടെ ശത്രുവായ ഏലിയാസ് തന്റെ ഫോർഡ് കാറിൽ അശോക് കുമാറിന്റെ വീട്ടുപടിക്കലെത്തി. ഏലിയാസിനെ കണ്ടുകൊണ്ട് അശോക് കുമാർ ഭവ്യതയോടെ എഴുന്നേറ്റ് നിന്നു. മുൻപ് ചിട്ടി കമ്പനിയുടെ മാനേജറായിരുന്നു ഏലിയാസ്. സാർ ഇവിടെ?
ഭവ്യത നടിച്ച് അശോക് കുമാർ ചോദിച്ചു. നിന്നെ ഒന്ന് കാണാമെന്ന് കരുതി വന്നതാ. ഇന്നലെ ഡയറക്ടർ സാറ് റോഡിലിട്ട് കണക്കിന് തന്നുവെന്ന് കേട്ടു. ശരിയാണോ? ഉം എടാ, നിന്നെ ഞാൻ വിളിച്ചതല്ലേ, നീ വന്നോ? ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? നീ ഞാനുമൊക്കെ ആത്മാർത്ഥമായി പണിയെടുത്തത് കൊണ്ടാണ് അവൻ കോടീശനായത്. ഇപ്പം നിന്നെ അടിച്ച് പുറത്താക്കിയില്ലേ? ഞാൻ പണം തിരിമറി നടത്തിയെന്ന ആരോപണം ആ പുതിയ പെണ്ണ് വെച്ചുകൊടുത്ത പൂളാണ്. പെമ്പിള്ളേർ പറഞ്ഞാ മതി, മണി സ്വന്തം വസ്ത്രത്തിന് വരെ തീ കൊളുത്തും. അത്ര വിശ്വാസമാണ് പെൺകുട്ടികളെ. ആ, അതിരിക്കട്ടെ, നീ എന്നോടൊപ്പം കൂടുന്നോ? ആലോചിക്കട്ടെ. ഒന്നും ആലോചിക്കാനില്ലടാ. അവൻ തന്നതിലും 1000 രൂപ ശമ്പള കൂടുതൽ ഞാൻ തരാം. മണി പുറത്താക്കുന്നവർക്കെല്ലാം ഞാൻ ജോലി കൊടുക്കും. അത് എന്റെ ഒരു വാശിയാ. മറുപടി പറയാതെ അശോക് കുമാർ ഒരു നിമിഷം ആലോചിച്ചു. എന്തുവാടാ ആലോചിക്കുന്നത്? നാളെ രാവിലെ വന്ന് ജോലി ആരംഭിക്കണം. ഞാൻ പോവുകയാണ്. ഏലിയാസ് എഴുന്നേറ്റു. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കഴുത്ത് തിരിച്ച അയാൾ ചോദ്യഭാവത്തിൽ നോക്കി. ഞാൻ വരാം ഏലിയാസ് അച്ചായ, അവൻ പറഞ്ഞു. ഏലിയാസ് സന്തോഷത്തോടെ ഫോർഡ് കാറിൽ കയറിപ്പോയി. പിറ്റേ ദിവസം രാവിലെ അശോക് കുമാർ ഏലിയാസിന്റെ ഓഫീസിലെത്തി. വൈകുന്നേരം വീട്ടിലെത്തിയാൽ ഉടൻ അവൻ മണിയുമായി ടെലിഫോണിൽ സംസാരിക്കും. 2 ദിവസം കഴിഞ്ഞപ്പോ ഏലിയാസ് അശോക് കുമാറിനോട് പറഞ്ഞു, നാളെ ഞാനും ഭാര്യയും കുട്ടികളും ആലപ്പുഴയിൽ ഒരു കല്യാണത്തിന് പോവുക. ശമ്പളം കൊടുക്കാനുള്ള വൗച്ചർ ശരിയാക്കി തരണം. ഏലിയാസ് അച്ഛൻ എങ്ങനെയാ പോകുന്നത്? എന്റെ കാറിൽ. 10:30-ക്കാണ് കല്യാണം. റിസപ്ഷൻ കഴിയുമ്പോൾ 1 മണിയാകും. 2 മണിയോടെ ഞാൻ ഓഫീസിലെത്താം. ബാങ്കിൽ നിന്നും പണം എടുക്കാനുള്ള ചെക്ക് ലീഫുകളിൽ ഏലിയാസ് ഒപ്പിട്ട് കൊടുത്തു. ഓഫീസിൽ നിന്നും ഉച്ചയ്ക്ക് പുറത്തിറങ്ങിയപ്പോ തന്റെ മൊബൈൽ ഫോണിൽ അശോക് കുമാർ ചിട്ടി കമ്പനിയുടെ മണിയെ വിളിച്ചു. സാർ, നാളെ 9 മണിക്ക് ശേഷം ഏലിയാസും കുടുംബവും ആലപ്പുഴയ്ക്ക് പോകുന്നുണ്ട്. റൂട്ട് ഏതാണ്? ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡ്. ഉറപ്പാണോ? അതെ. ശരി. മണിക്ക് സന്തോഷമായി. റിപ്പയർ ചെയ്ത് കണ്ടീഷനാക്കി പോൾട്രി ഫാമിൽ കയറ്റിയിട്ടിരുന്ന തമിഴ്നാട് പെർമിറ്റുള്ള ലോറിയുമായി കൃത്യം 8 മണിക്ക് രാമങ്കരിയിൽ എത്താൻ അയാൾ കനകരാജിന് നിർദ്ദേശം നൽകി. പിറ്റേ ദിവസം 7:30 ആയപ്പോൾ രാമങ്കരിയിൽ തന്റെ മാരുതി കാറിൽ മണി എത്തി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ലോറിയുമായി കനകരാജൻ സത്യവ്രതനും എത്തിച്ചേർന്നു. അവരുമായി നേരിട്ട് സംസാരിക്കാതെ മൊബൈൽ ഫോണിലൂടെ ഏലിയാസിന്റെ ഫോർഡ് കാറിന്റെ നമ്പറും നിറവും പിൻഗ്ലാസിൽ പതിച്ചിരിക്കുന്ന സ്റ്റിക്കറിനെ പറ്റിയും പറഞ്ഞു. 9 മണിയായപ്പോൾ ഏലിയാസിന്റെ ഫോർഡ് കാർ അവരുടെ മുമ്പിലൂടെ കടന്നുപോയി. സംശയം തോന്നാതെ ലോറിയും അതിന് കുറെ പിന്നിലായി മണിയുടെ മാരുതിയും സഞ്ചരിച്ചു. നെടുമുടി പാലം കഴിഞ്ഞപ്പോ ഫോർഡിന് തൊട്ടു പിന്നിൽ ലോറി എത്തി. ടാറിംഗ് നടക്കുന്നതിനാൽ മിക്സിംഗ് മെഷീന് പിന്നിലായി ഫോർഡ് കാർ നിർത്തി. ഇതാണ് സുവർണ അവസരം, ഇടിച്ചു പൊടിക്ക് ചേട്ടാ, മൊബൈൽ ഫോണിലൂടെ മണി ആജ്ഞാപിച്ചു. കനകരാജ് ആക്സിലേറ്റർ ചവിട്ടി താഴ്ത്തി. ഫോർഡ് കാറിന് പിന്നിൽ ലോറി ശക്തിയായി ഇടിച്ചു കയറി. പ്രതീക്ഷിച്ചതുപോലെ കാറിന്റെ മുൻവശം ടാർ മിക്സിംഗ് മെഷീനിൽ ഇടിച്ച് ചതഞ്ഞിട്ടില്ലെന്ന് കനകരാജിന് തോന്നി. ലോറി പിന്നോട്ടെടുത്തിട്ട് വീണ്ടും ഇടിച്ചു. ഫോർഡ് കാർ പപ്പടം പോലെ പൊടിഞ്ഞുപോയി. പെട്ടെന്ന് ആളുകൾ ഓടിക്കൂടി. ലോറിയുമായി രക്ഷപ്പെടാൻ അവർക്ക് കഴിഞ്ഞില്ല. മിന്നൽ വേഗത്തിൽ ഇറങ്ങി ഓടി. ജീവനം കൊണ്ട് ഓടുന്ന അവരെ പിന്തുടർന്ന് മണി രക്ഷിച്ചുകൊണ്ട് സ്ഥലം വിട്ടു. ടാറിംഗ് തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് കാർ വെട്ടിപ്പൊളിച്ചു. രക്തത്തിൽ കുളിച്ച് ചതഞ്ഞരഞ്ഞിരിക്കുന്ന ജഡങ്ങൾ പുറത്തിറക്കി. ഏലിയാസിന്റെ പോക്കറ്റിൽ നിന്ന് ലഭിച്ച വിസിറ്റിംഗ് കാർഡിലെ നമ്പർ നോക്കി ആരോ അയാളുടെ ഓഫീസിലേക്ക് വിളിച്ചു പറഞ്ഞു. അശോക് കുമാർ ഉൾപ്പെടെയുള്ള ഓഫീസ് ജീവനക്കാർ സംഭവ സ്ഥലത്ത് പാഞ്ഞെത്തി. പോലീസുകാരും രംഗത്തെത്തി. ഇതിനിടെ അശോക് കുമാർ അവിടെ നിന്ന് മുങ്ങി. മൊബൈൽ ഫോണിലൂടെ മണിയെ വിവരം അറിയിച്ചു. ഏലിയാസ് ഒപ്പിട്ടുകൊടുത്ത ചെക്ക് ലീഫുകൾ ബാങ്കിൽ പോയി മാറി പണമാക്കി. തമിഴ്നാട് പെർമിറ്റുള്ള ലോറി പോലീസ് ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ചു. ലോറിയുടെ പേപ്പറുകളൊന്നും അതിലുണ്ടായിരുന്നില്ല. പ്രത്യക്ഷത്തിൽ അപകടമാണെങ്കിലും റിവേഴ്സ് എടുത്തിട്ട് വീണ്ടും കാറിൽ ലോറി ഇടിപ്പിച്ചിട്ട് ഡ്രൈവറും കിളിയും ഇറങ്ങി ഓടിയതിനാൽ കൊലപാതകത്തിന് പോലീസ് കേസെടുത്തു. ലോറിയുടെ ഉടമസ്ഥനെ കണ്ടുപിടിക്കാനായി സബ് ഇൻസ്പെക്ടറും സർക്കിൾ ഇൻസ്പെക്ടറും തമിഴ്നാട്ടിലേക്ക് തിരിച്ചു. അവരുടെ അന്വേഷണം നാമക്കല്ലിലെത്തി. ഉടമസ്ഥനെ കണ്ടുപിടിച്ചു. കോഴി വളർത്ത കേന്ദ്രത്തിന്റെ ഉടമസ്ഥൻ തങ്കവേലു. കേരളത്തിലുള്ള ഒരാൾക്ക് വാഹനം കൈമാറ്റം ചെയ്തെന്നും ഇടനിലക്കാരനായി നിന്നത് ഡ്രൈവർ മുരുകനാണെന്നും പറഞ്ഞു. മുരുകനെ അവർ കസ്റ്റഡിയിലെടുത്തു. തനിക്ക് ആളറിയില്ലെന്ന് ആദ്യം മുരുകൻ പറഞ്ഞെങ്കിലും തടി കേടാകുമെന്ന് കണ്ടപ്പോ സത്യം തുറന്നു പറഞ്ഞു. ഡ്രൈവർ മുരുകനുമായി നാട്ടിൽ തിരിച്ചെത്തി. ആർക്കും സംശയം തോന്നാതെ പോലീസ് മണിയുടെ വീട്ടിലെത്തി. അയാൾ കോയമ്പത്തൂരിലേക്ക് പോയിരിക്കുകയാണെന്ന് വീട്ടുകാർ പറഞ്ഞു.
ഓഫീസിൽ അന്വേഷിച്ചു. ഓഫീസിൽ നിന്ന് കിട്ടിയ മറുപടിയും അതുതന്നെയായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ മണി വീട്ടിലെത്തി. ഉടൻ തന്നെ പോലീസിന് വിവരം ലഭിച്ചു. കേസ് അന്വേഷണത്തിന്റെ ചുമതലയുള്ള പോലീസ് ഓഫീസർമാരോടൊപ്പം ടൗൺ സബ് ഇൻസ്പെക്ടർ സോമനും ഉണ്ടായിരുന്നു. താൻ എവിടെ പോയതാടോ? എന്താ സാറേ കാര്യം? അപ്പോ ഒന്നും അറിഞ്ഞില്ല അല്ലേ? ഇല്ല. നിങ്ങൾ വാങ്ങിയ ലോറി നെടുമുടി പാലത്തിനടുത്ത് വെച്ച് ഒരു കാറിലിടിച്ച് യാത്രക്കാരെല്ലാം കൊല്ലപ്പെട്ടു. ഏ? ആരാണ് മരിച്ചത്? ചിട്ടിക്കമ്പനി നടത്തുന്ന ഏലിയാസും കുടുംബവും. കഷ്ടം. അവന്റെ അനന്തരവളുടെ വിവാഹത്തിന് എന്നെയും ക്ഷണിച്ചിരുന്നതാണ്. വന്നൊരു സോറി പറയാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ദുഃഖഭാവം നടിച്ച് മണിയിരുന്നു. അപ്പോൾ അന്വേഷണ ചുമതലയുള്ള സർക്കിൾ ഇൻസ്പെക്ടർ ഡേവിഡ് ചോദിച്ചു, നിങ്ങൾ തമ്മിൽ മുൻവൈരാഗ്യമുണ്ടായിരുന്നു? എന്തിന്? അവന് പുതിയ സ്ഥാപനം തുറക്കാനായി ആദ്യം പണം കൊടുത്ത് സഹായിച്ചത് ഞാനാണ്. കാറിൽ ലോറി ഇടിച്ചു കഴിഞ്ഞ് റിവേഴ്സ് എടുത്തതിന് ശേഷം വീണ്ടും ഇടിപ്പിച്ചെന്നാണ് ദൃക്സാക്ഷിയിൽ പറയുന്നത്. ചിലപ്പോ രക്ഷപ്പെടാനുള്ള തത്രപ്പാടിൽ വീണ്ടും ഇടി നടന്നതായിരിക്കും സർ. ഡ്രൈവറും കിളിയും മലയാളികളാണോ? അല്ല, തമിഴന്മാരാ. അവരുടെ അഡ്രസ്സ് തരൂ. ഡ്രൈവറുടെ ലൈസൻസിന്റെ ഫോട്ടോ കോപ്പി എടുത്ത് മണി അവരുടെ കയ്യിൽ കൊടുത്തു. തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെ തമിഴ്നാട്ടുകാരനായ ഡ്രൈവറിനെയും സഹായിയെയും പോലീസ് പിടികൂടി. ചോദ്യം ചെയ്യലിൽ രക്ഷപ്പെടാനായി ലോറി പിന്നോട്ടെടുത്തിട്ട് മുന്നോട്ട് വിടാൻ ശ്രമിച്ചപ്പോ ടാറിംഗ് തൊഴിലാളികൾ ഓടി വരുന്നത് കണ്ട് സ്റ്റിയറിംഗ് തിരിക്കാൻ കഴിയാതെ വീണ്ടും ഇടിച്ചു പോയതാണെന്ന് അയാൾ പറഞ്ഞു. ഡ്രൈവറെ റിമാൻഡ് ചെയ്തു. തന്റെ എതിരാളി നഷ്ടപ്പെട്ടതിൽ മണിക്ക് വളരെ സന്തോഷം തോന്നി. അയാൾ അശോക് കുമാറിന് കനത്ത പാരിതോഷികം നൽകിക്കൊണ്ട് പറഞ്ഞു, നീ അവിടെ തന്നെ ജോലി ചെയ്യുക. 2-3 മാസം കഴിഞ്ഞ് വഴക്കുണ്ടാക്കി പിണങ്ങി പിരിയുക. നീ അവിടെ ജോലി ചെയ്യുമ്പോഴും ഇവിടെയുള്ള ശമ്പളം കൃത്യമായി തന്നുകൊണ്ടിരിക്കും. ഒരു യാത്രയുടെ സൂചന നൽകിയതോടെ അശോക് കുമാറിന്റെ ഭാഗ്യം തെളിയുകയായിരുന്നു. 50,000 രൂപയാണ് മണി പാരിതോഷികമായി കൊടുത്തത്. ശമ്പളത്തിനായുള്ള ചെക്ക് ലീഫ് ബാങ്കിൽ കൊടുത്ത് പിൻവലിച്ചത് 4 ലക്ഷം രൂപയായിരുന്നു. ഡ്രൈവറുടെയും കിളിയുടെയും ഫോട്ടോ പത്രത്തിൽ അച്ചടിച്ചു വന്നത് കണ്ടിട്ട് ടാറിംഗ് തൊഴിലാളികളും നാട്ടുകാരും ഒരേ ശബ്ദത്തിൽ പറഞ്ഞു, ലോറിയിൽ നിന്ന് ഇറങ്ങി ഓടിയത് ഈ ഫോട്ടോയിൽ കാണുന്നവരല്ല, പോലീസ് നാടകം കളിക്കുകയാണ്. നാട്ടുകാർ പെട്ടെന്ന് സംഘടിച്ചു. യഥാർത്ഥ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് അവർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പ്രതികളെ രക്ഷപ്പെടുത്തിയ കാറും ചിട്ടി കമ്പനി ഉടമ മണിയുടെ കാറും തമ്മിൽ സാമ്യമുണ്ടെന്നും അവർ പോലീസിനോട് പറഞ്ഞു. ലോറി അപകടത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് പോലീസിന് മനസ്സിലായി. മണിയുടെ കാറിലാണ് പ്രതികൾ രക്ഷപ്പെട്ടതെങ്കിൽ ഏലിയാസിന്റെ കാറിന് നേർക്കുണ്ടായ അപകടം ആസൂത്രിതമാണ്. വളരെ കൃത്യമായി ഏലിയാസിന്റെ യാത്രയെ പറ്റി മണിക്ക് എങ്ങനെ വിവരം ലഭിച്ചു? ഏലിയാസിന്റെ ഓഫീസിലുള്ള മുഴുവൻ ജീവനക്കാരെയും ചോദ്യം ചെയ്തു. അപ്പോഴാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മണിയുടെ ഓഫീസിൽ നിന്നും എത്തിയ പുതിയ ക്യാഷറെ പറ്റിയുള്ള വിവരം ലഭിച്ചത്. സബ് ഇൻസ്പെക്ടറും സർക്കിൾ ഇൻസ്പെക്ടറും അശോക് കുമാറിന്റെ വീട്ടിൽ പാഞ്ഞെത്തി. അശോക് കുമാറിനെ കസ്റ്റഡിയിലെടുത്തു. വീട് റെയ്ഡ് ചെയ്തു. 5 ലക്ഷത്തോളം രൂപ അവന്റെ വീട്ടിൽ നിന്നും ലഭിച്ചു. അശോക് കുമാറിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന രഹസ്യങ്ങൾ പുറത്തു വന്നത്. ഉടൻ തന്നെ മണിയെ കസ്റ്റഡിയിൽ എടുക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ടൗണിലേക്ക് കുതിച്ചു. ടൗൺ എസ്ഐയും സർക്കിൾ ഇൻസ്പെക്ടറും അറിയാതെ പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. മണിയുടെ ഓഫീസിലും വീട്ടിലും അവർ മിന്നൽ പരിശോധന നടത്തി. മണിയെ കാണാൻ കഴിഞ്ഞില്ല. വീട്ടുകാരെയും ഓഫീസ് ജീവനക്കാരെയും ചോദ്യം ചെയ്തു. ആളെ പറ്റി ആർക്കും അറിഞ്ഞുകൂടാ. കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും അതിർത്തി പ്രദേശത്തുള്ള മണിയുടെ കോഴി വളർത്തൽ കേന്ദ്രത്തെ പറ്റി ജീവനക്കാരിൽ നിന്നും വിവരം ലഭിച്ചു. അവർ അങ്ങോട്ട് കുതിച്ചു. 50 ഏക്കർ വിസ്തൃതിയുള്ള കോഴി ഫാം പോലീസ് വളഞ്ഞു. ജീവനക്കാരെ ചോദ്യം ചെയ്തു. മണിയെപ്പറ്റി യാതൊരു സൂചനയും പോലീസിന് ലഭിച്ചില്ല. അയാൾ തമിഴ്നാട്ടിലേക്ക് കടന്നു കളഞ്ഞതായിരിക്കുമെന്ന് പോലീസ് ഊഹിച്ചു. അന്വേഷണം അന്തർ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കണമെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ അനുമതി വേണം. SP-യുമായി അടിയന്തര ചർച്ച നടത്തി. ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ അപകടത്തെ പറ്റിയുള്ള വാർത്തയ്ക്ക് പിറ്റേ ദിവസത്തെ പത്രങ്ങൾ പ്രാധാന്യം നൽകി. പ്രതി തമിഴ്നാട്ടിലേക്ക് കടന്നിട്ടുണ്ടെന്നുള്ള സൂചനയും നൽകി. എന്നാൽ മണിയുടെ വീട്ടിൽ നിന്നും 2 ഫർലോങ് അകലെ പുഴക്കരയോട് ചേർന്ന് ആൾതാമസമില്ലാതെ കിടക്കുന്ന വീട്ടിൽ മണി ഉണ്ടായിരുന്നു. അയാൾ ഒറ്റയ്ക്കല്ല, ഒപ്പം അർജുനും ജയകുമാരിയും ഉണ്ടായിരുന്നു. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും കമന്റ് ബോക്സിൽ
രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും കാണാം. നന്ദി.